Good morning. ക്ലാസ്സിൽ കയറിയവരൊക്കെ പോയോ? ഇവിടെ നെറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് 10 മിനിറ്റ് വൈകിയത് കേട്ടോ. ഇപ്പൊ നെറ്റ് വന്നോളൂ. ഓക്കെ, കുറച്ചു പേരൊക്കെ എത്ര പേരായി? 9 പേരായിട്ടുണ്ട്. കയറിയവരൊക്കെ ഇറങ്ങി പോയോ? ക്ലാസ്സിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നെറ്റിന്റെ പ്രശ്നം കേട്ടോ. നെറ്റ് ഇപ്പോഴാണ് വന്നത്, അതുകൊണ്ടാണ് 10 മിനിറ്റ് ലേറ്റ് ആയത്. ഓക്കെ, ഇപ്പൊ ആരെങ്കിലൊക്കെ കയറുവാണെങ്കിൽ കയറട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ ആയിരുന്നു? ഒരു ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 10 പേരായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നിർത്തിയിട്ട് ഒരു ടെസ്റ്റ്, നമ്മളെ ഡിഫറൻസ് കഴിഞ്ഞു അല്ലെ? ഡിഫറൻസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഏതാണ്? ചൂസിങ് എ ടെസ്റ്റ് ആണോ ഇനി പറയണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായവരൊന്ന് പറയോ? അവിടെ തൊട്ടാണോ നമ്മൾ തുടങ്ങേണ്ടത്? ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ചൂസിങ് എ ടെസ്റ്റ്. ടെസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? Following standards or factors should be considered while choosing a selection test. ഒരു സെലക്ഷൻ ടെസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? ഒന്നാമത്തെയാണ് ഒബ്ജക്ടിവിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുനിഷ്ഠ. അതായത് ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? വസ്തുനിഷ്ഠമായിരിക്കണം. അതായത് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെയോ വികാരങ്ങളെയോ ഒന്നും ഇല്ലാതെ യഥാർത്ഥ ബോധത്തോടു കൂടി സമീപിക്കുന്നതാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം. ഒരു പാർഷ്യാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഫേവർ ചെയ്തോ അങ്ങനെയുള്ളതൊന്നും ആകാൻ പാടില്ല. ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വസ്തുനിഷ്ഠമായിരിക്കണം. വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളെയോ വികാരങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ആയിരിക്കണം ആ ടെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. An objective test measure a variable independent of the people conducting the test and the circumstances of the test. അതായത് പരിശോധന, ആ ടെസ്റ്റ് നടത്തുന്ന ഇൻഡിവിജ്വൽസിൽ നിന്നും ആ പരിശോധനയുടെ ആ സർക്കംസ്റ്റാൻസസ്, ആ സാഹചര്യങ്ങളിൽ നിന്നും ഒക്കെ എന്താണ് അത് ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വേരിയബിളിനെയാണ് ആ ടെസ്റ്റ് മെഷർ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം. ഒരു സ്വതന്ത്രമായിരിക്കണം. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത രീതിയിൽ അത് പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും അവിടെ പാടില്ല. In other words, മറ്റു രീതി പറയുകയാണെങ്കിൽ the test has to be fair. ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? ന്യായമായിരിക്കണം. അണ്ടർലൈൻ ചെയ്തേ. ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? ന്യായമായിരിക്കണം. ഫെയർ. ഒബ്ജക്റ്റീവ് സെലക്ഷൻ മെത്തേഡ് ഗ്യാരണ്ടി അൺബയാസ്ഡ്. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്പക്ഷമായ. മെഷർ ഓഫ് ദ എംപ്ലോയീസ് എബിലിറ്റി. എംപ്ലോയിന്റെ കഴിവിന്റെ, ആ തൊഴിലാളികളുടെ ആ കഴിവിന്റെ ഒരു നിഷ്പക്ഷമായിട്ടുള്ളതായിരിക്കണം. അത് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഫേവർ ഒന്നും ചെയ്യാൻ പാടില്ല അവിടെ. They all start with giving each candidate the same information and encouragement. എങ്ങനെയായിരിക്കണം ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ? എല്ലാ കാൻഡിഡേറ്റ്സിനും സെയിം ഇൻഫർമേഷൻ, എൻകറേജ്മെന്റ്, സെയിം പ്രോത്സാഹനവും വിവരങ്ങൾ, ഇൻഫർമേഷനും ഒക്കെയാണ് ഓരോ കാൻഡിഡേറ്റ്സിനും നൽകണം. അല്ലാതെ കുറച്ചു പേരോട് കുറച്ച് രീതിയിൽ പറഞ്ഞു, വേറെ രീതിയിൽ വേറെ ആളുകളോട് പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ചു പേർക്ക് കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തു, അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരുപോലെയുള്ള ഇൻഫർമേഷൻസും അതുപോലെ പ്രോത്സാഹനം കൊടുത്തു വേണം ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? ഒബ്ജക്ടിവിറ്റി വേണം. രണ്ടാമത്തെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. യൂട്ടിലിറ്റി എന്താ? ലാഭം. യൂട്ടിലിറ്റി. It refers to the financial gain obtained by using a specific selection method. ഒരു പ്രത്യേക സെലക്ഷൻ മെത്തേഡിന്റെ ഫിനാൻഷ്യൽ ഗെയിൻ എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തിക നേട്ടങ്ങളെയാണ് അത് റെഫർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഗെയിൻസ് obtained by using a specific selection method. ആ സ്പെസിഫിക് സെലക്ഷൻ മെത്തേഡിന്റെ സാമ്പത്തിക നേട്ടങ്ങളെയാണ് അത് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? എങ്ങനെയായിരിക്കണം ആ സെലക്ഷൻ മെത്തേഡിലൂടെ നമുക്ക് കമ്പനിക്ക് മാക്സിമം ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കണം. ആ ടെസ്റ്റിന് വേണ്ടി വരുന്ന ചെലവുകളില്ലേ, അത് ആ ചെലവ് കുറച്ചുകൊണ്ട് പരമാവധി ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കണം.
ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. The main objective is to assess the increase the revenue വർദ്ധിപ്പിക്കുക as a function for selection method after detecting the cost expenditure incurred during the application of a certain method. അതായത് ആ സെലക്ഷൻ മെത്തേഡിന്റെ എക്സ്പെൻഡിച്ചർ, കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, ആ ചെലവ് ഡിഡക്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യണം, പരമാവധി വരുമാനം വർദ്ധിപ്പിക്കണം. ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. A standard level of utility needs low selection ratio. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആ യൂട്ടിലിറ്റി അല്ലെ അതിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ, കുറച്ച് സെലക്ഷൻ റേഷ്യോ ആവശ്യമാണ്, ലോ സെലക്ഷൻ റേഷ്യോ. Thus, it is totality related to the capability of an organization to attract a large number of talented and qualified applicants for every vacant position. അപ്പൊ എങ്ങനെയാ ഈ ഒരു നമ്മുടെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു പൊസിഷനിലേക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്രയും ടാലന്റ് ഉള്ള ആ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവും യോഗ്യതയുള്ള ആ കാൻഡിഡേറ്റ്സിനെ ആകർഷിക്കാനുള്ള ഒരു ഓർഗനൈസേഷന്റെ കഴിവുമായി ഇത് പൂർണ്ണമായിട്ടും ബന്ധപ്പെട്ടിരിക്കണം. Thus, it is related to capability of the organization. ഓർഗനൈസേഷന്റെ കഴിവ് എന്തിനുള്ളത്? To attract large number of talented and qualified applicants for every vacant position. ആ കഴിവ് ആ ഓരോ വേക്കന്റ് പൊസിഷനിലേക്കും ചാലഞ്ച് ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓർഗനൈസേഷന്റെ കഴിവുമായി ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നല്ല ടാലന്റ് ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് കുറച്ചുകൊണ്ട് കമ്പനിക്ക് മാക്സിമം അവിടെ പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ അവിടെ റവന്യൂ വർദ്ധിക്കും. ഇനി അടുത്തതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? വിശ്വസനീയമായിരിക്കണം. റിലയബിലിറ്റി ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാട്ടോ. റിലയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വസനീയമായിരിക്കണം. It denotes the uniformity of the selection test. അപ്പൊ എന്താ ഇത് കാണിക്കുന്നത്? യൂണിഫോമിറ്റി, തുല്യതയാണ്. സെലക്ഷൻ ടെസ്റ്റിന്റെ തുല്യതയാണ് ഇതിനെ കാണിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. Reliability denotes the uniformity of the selection test. Any test is said to be reliable. ഏത് ടെസ്റ്റ് ആണ് നമ്മളൊരു ഏതെങ്കിലും ഒരു ടെസ്റ്റ് നമുക്ക് വിശ്വസനീയമാണെന്ന് പറയുന്നത് എങ്ങനെയാ? Only if it consistently producing the same result. സെയിം റിസൾട്ട് കിട്ടുമ്പോഴാണ് അതിനൊരു സ്ഥിരത, അതല്ലെങ്കിൽ വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയണ്ട, അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, വിത്ത് ആൻ അൺറിലയബിൾ ടെസ്റ്റ്, ഒരു അവിശ്വസനീയമായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ മേ സ്കോർ ഹൈ അറ്റ് വൺ ഇവന്റ് ആൻഡ് വെരി ലോ ഇൻ അതർ. ഇപ്പൊ സെയിം നമ്മള് നോക്കിയേ, നമ്മള് രണ്ട് ഇവന്റ്സുകൾ നടത്താണ്, രണ്ട് ടെസ്റ്റുകൾ നടത്തുക. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തില് ആള് ഭയങ്കര ഏറ്റവും ഹൈ ടോപ്പ് മാർക്ക് മേടിച്ചു, ഒരെണ്ണത്തില് അവൻ പാസ്സായിട്ടില്ല, വെരി ലോ ആണ്. അങ്ങനെ വരുമ്പോൾ ആ ടെസ്റ്റ് നമുക്ക് റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറയാം, ഡിഗ്രിക്ക് എല്ലാത്തിനും ഫുൾ A+ ഉള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ഡിഗ്രിക്ക് എല്ലാ ജസ്റ്റ് പാസ് ഉള്ള കുട്ടി അല്ലെങ്കിൽ മാർക്ക് കുറവുള്ള ഒരു കുട്ടി നമുക്ക് വേറൊരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ടെസ്റ്റ് അത്ര വിശ്വസനീയമല്ല, എന്തെങ്കിലും ചില ക്വസ്റ്റ്യൻസ് വല്ല ലീക്കായി പോയോ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കൂലേ? എന്നാ +2 ഫുൾ A+ കിട്ടിയ ഒരാൾക്ക് ആ ടെസ്റ്റിന് ഫുൾ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഒട്ടും പഠിക്കാത്ത ഒരു കൊച്ചിന് ആ ടെസ്റ്റിന് ഏറ്റവും നല്ല മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പൊ അതാ പറഞ്ഞേക്കണേ, അതേപോലെ സെയിം ഇത് കിട്ടുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞേക്കണേ കേട്ടോ. ബോത്ത് ഈവന്റ്സ് ആർ മ്യൂച്വലി ക്ലോസ് ഇൻ ടൈം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു വെക്കണേ എന്നുള്ളൂ. അവിടെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക, രണ്ടാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടുക. ഓക്കെ, this uniformity is developed with the help of. ഇനി നമുക്ക് ആ യൂണിഫോമിറ്റി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? with the help of re-examination of the candidates with the same test on 2 or more events. ആ സെയിം ടെസ്റ്റ് തന്നെ re-examination നടത്താം. അപ്പോൾ നമുക്ക് ചിലപ്പോ നമുക്ക് യൂണിഫോമിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂലേ?
അപ്പൊ അവന് നല്ല ഏറ്റവും ടോപ്പ് കിട്ടിയെന്ന് പറഞ്ഞു, ഒന്നോടെ ആ ടെസ്റ്റ് അവനെ കൊണ്ട് എഴുതിക്കുമ്പോൾ നമുക്ക് വീണ്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ, അത് ടെസ്റ്റ് വിശ്വസനീയമല്ലെന്ന് അറിയാൻ പറ്റും. അപ്പൊ യൂണിഫോമിറ്റി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം? ഒന്നില്ലെങ്കിൽ റീ എക്സാമിനേഷൻ നടത്താം കാൻഡിഡേറ്റ്സിന്, ഇത് സെയിം ടെസ്റ്റ് റീ എക്സാമിനേഷൻ നടത്താം ഓൺ 2 or more events or by other method. അല്ലെങ്കിൽ എന്താ ചെയ്യാ, വേറെ മെത്തേഡ് കൊടുക്കാം. Evaluate the uniformity of the test score. ടെസ്റ്റ് സ്കോറിന്റെ ആ യൂണിഫോമിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേറെ മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെ ആ രണ്ട് രീതിയിലും നമുക്ക് യൂണിഫോമിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. രണ്ട് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. ഇനി ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഒന്നില്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ കൊണ്ട് റീ എക്സാമിനേഷൻ നടത്തുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേറെ മെത്തേഡ് ഉപയോഗിക്കാം. യൂണിഫോമിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വേറെ മെത്തേഡ് ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിരിക്കണം. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കണം, ഈസി ആയിരിക്കണം. A validity of a test is an important element. ഒരു ടെസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുസരിച്ചുള്ള ടെസ്റ്റ് വേണം നടത്താൻ. ഓക്കെ, അതാണ് വാലിഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. As it is a degree to which a test evaluate what it was supposed to evaluate. എന്ന് പറഞ്ഞേക്കുന്നേ അവിടെ ഒരു ടെസ്റ്റ് എത്രത്തോളം വിലയിരുത്തേണ്ടതായിരുന്നു എന്നാണ് അത് വിലയിരുത്തുന്നത്. A selection test is required to be valid. ഒരു selection test valid ആണെങ്കിൽ because validity provide logical and legal accepted reason to carry out the test for screening of the job applicants. എന്താ ജോബ് ആപ്ലിക്കൻസിന്റെ ആ സ്ക്രീനിങ്, ജോബ് ആപ്ലിക്കൻസിന്റെ സ്ക്രീനിങ് നടത്തുന്നതിന് വാലിഡിറ്റി എങ്ങനെയായിരിക്കണം? യുക്തിസഹവും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒരു കാരണം നൽകുന്നതിനാൽ ഒരു സെലക്ഷൻ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? സെലക്ഷൻ ടെസ്റ്റ് എങ്ങനെയായിരിക്കണം? വാലിഡ് ആയിരിക്കണം. Therefore, okay, a test must be valid under a specific situation for a definite group of people. എന്താണ് എങ്ങനെയാ ഒരു വാലിഡ് ആണെന്ന് പറയാൻ? അതായത് ഒരു കൂട്ടം ആളുകൾക്ക് അവർക്ക് ആ ഒരു പ്രത്യേക സിറ്റുവേഷനില്, അതായത് ഏത് തരം ജോലിയാണോ ആ ജോലിക്ക് അനുസരിച്ചുള്ള ടെസ്റ്റ് വേണം നടത്താൻ. മനസ്സിലായോ? അതാണ് പറഞ്ഞേക്കണേ. എന്താണ് ടെസ്റ്റ് വാലിഡ് എന്ന് പറയുന്നത്? Therefore, a test is said to be valid when it is capable of measuring the factors for which it is designed. അതായത് ഒരു ടെസ്റ്റ്, ആ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതിനകത്ത് ഒരു ടെസ്റ്റില് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ നമുക്ക് അളക്കാൻ കഴിയുമ്പോഴാണ് ആ ടെസ്റ്റ് എന്താവുന്നത്? വാലിഡ് ആണെന്ന് പറയുന്നത്. A test is said to be valid when it is capable of measuring the factors. അതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് നമുക്ക് അളക്കാൻ പറ്റണം. അന്നേരമാണ് ആ ടെസ്റ്റ് എന്തെന്ന് പറയുന്നത്? വാലിഡ് ആണ് പറയുന്നത്. വാലിഡിറ്റി ഇപ്പൊ നമുക്ക്, അതായത് നമുക്ക് ഉയർന്ന ഒരു പൊസിഷനിലേക്കുള്ള ഒരു ടെസ്റ്റ് ആണ് നടത്തണമെങ്കിൽ അവിടെ നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം? ഇന്റലിജൻസ് ആണ് അവിടെ നോക്കേണ്ടത്, അല്ലെ? ഇപ്പൊ ടെക്നിക്കൽ ഫീൽഡിലേക്കുള്ളത് അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ലോവർ ലെവൽ എംപ്ലോയീസ് അവർക്ക് നമ്മുടെ ചിലപ്പോൾ ഇന്റലിജൻസ് ടെസ്റ്റ് അത്രയും ആപ്റ്റായിരിക്കില്ല. അവർക്ക് ഏതാ വേണ്ടത്? ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ്, ഫിസിക്കൽ ഇതായിരിക്കും അവർക്ക് ചിലപ്പോൾ നോക്കേണ്ടത്. ലോവർ എംപ്ലോയീസിന് ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് ആയിരിക്കണം കണ്ടക്ട് ചെയ്തിരുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് ഫിസിക്കൽ എക്സാമിനേഷന്റെ അത്ര ഇതില്ല. എന്നാൽ ലോവർ ലെവൽ എംപ്ലോയി അല്ലേ, ഓടിച്ചാടിരുന്ന പണിയൊക്കെ ചെയ്യാനായിട്ട് അവർക്കാണ് ഫിസിക്കൽ ടെസ്റ്റ് കുറച്ചും കൂടി ആപ്റ്റ്. അപ്പൊ അവർക്ക് അങ്ങനെയുള്ളത് വേണം കണ്ടക്ട് ചെയ്യാൻ. അതായത് ഏത് ജോലിയാണോ ആ ജോലിക്കൊക്കെ അനുസൃതമായിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം, അതിന് വാലിഡ് ആയിരിക്കണം. ജോബ് പൊസിഷന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കണം കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും അത് എങ്ങനെയായിരിക്കണം? വാലിഡ് ആയിരിക്കണം.
ഇനി അടുത്തതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ടെസ്റ്റ് വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അതിന് എന്ത് ചെയ്യണം? പ്രിപ്പറേഷൻ ചെയ്യണം. അതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തണം, അല്ലെ? A complex structure of the test may fail to provide quality result. ഇനി ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിലോ അങ്ങനെയുള്ള ഒരു ഘടനയാണെങ്കിലോ നമുക്ക് നല്ല ഒരു അതിന്റെ ക്വാളിറ്റി റിസൾട്ട് കിട്ടുമോ? അതിന്റെ അനുസരിച്ചുള്ളത് ഒത്തിരി ഈസി ആവാൻ പാടില്ല, ഒരുപാട് ടഫ് ആവാൻ പാടില്ല, അല്ലെ? അപ്പൊ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സങ്കീർണ ഘടനയുള്ള ടെസ്റ്റ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ക്വാളിറ്റി റിസൾട്ട് കിട്ടുന്നതിൽ ഫെയിൽ ആവും, പരാജയപ്പെടും. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Therefore, a test needs to prepare very efficiently and effectively. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വേണം ടെസ്റ്റ് തയ്യാറാക്കാൻ? ടെസ്റ്റിന് എങ്ങനെ വേണം? വെരി എഫിഷ്യന്റ്ലി, എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ്ലി, കാര്യക്ഷമമായും ഫലപ്രദമായിട്ട് വേണം ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടക്ട്. അതേ സമയത്ത് എങ്ങനെയായിരിക്കണം? അത് കണ്ടക്ട് ചെയ്യാൻ ഈസിയും ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെ ഇറ്റ് ഷുഡ് ബി ഈസി ടു കണ്ടക്ട്. അതേ സമയം തന്നെ അത് കണ്ടക്ട് ചെയ്യാൻ, ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എളുപ്പവും ആയിരിക്കണം. ക്ലിയർ ആണോ പ്രിപ്പറേഷൻ? ഇനി അടുത്തതാണ് സ്യൂട്ടബിലിറ്റി. ഇനി അത് നമ്മൾ പറഞ്ഞത് വാലിഡിറ്റി പോലെ തന്നെയാണ്. സ്യൂട്ടബിലിറ്റി എന്താ? അനുയോജ്യത നോക്കണം. A test must be according to the nature of the group on which being conducted. അതായത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ ആ ടെസ്റ്റ് നടത്തുന്നത്? ആ ഗ്രൂപ്പിന് അനുയോജ്യമായിരിക്കണം. നേച്ചർ ഓഫ് ദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ ആർക്ക് വേണ്ടിയിട്ടാണോ ടെസ്റ്റ് നടത്തുന്നത്, ആ ടെസ്റ്റ് നടത്തപ്പെടേണ്ട ആ ഗ്രൂപ്പിന്റെ സ്വഭാവത്തിന് അനുയോജ്യമായിരിക്കണം. For example, a written test conducting difficult words is useless if it is applied to the workers who are not much literature. ആ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്താ, നമ്മൾ ഭയങ്കര കട്ടിയായിട്ടുള്ള റിട്ടേൺ നമ്മൾ ടെസ്റ്റ് നടത്തുകയാണ്. ആർക്ക്? ലിറ്ററേച്ചർ കുറഞ്ഞ ഒരു ലോവർ ലെവൽ എംപ്ലോയി ഒരു ജോബ് വേക്കൻസിയിലേക്ക് നമ്മൾ അങ്ങനെ കട്ടിയായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അങ്ങനെ ഉള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ടെസ്റ്റ് നടത്തുന്നത് വാലിഡ് ആണോ? അത് സ്യൂട്ടബിൾ ആണോ അവർക്ക് ആ ടെസ്റ്റ്? അവർക്ക് ലിറ്ററേച്ചർ കുറഞ്ഞവർക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആളുകൾക്ക് ആ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് വാലിഡ് ആയിട്ടുള്ള കാര്യമല്ല, അത് സ്യൂട്ടബിൾ അല്ല, അവർക്ക് അനുയോജ്യമല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ആർക്കാണ് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്? അവരുടെ നേച്ചർ നോക്കണം. നേച്ചർ ഓഫ് ദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ നേച്ചർ നോക്കണം. ലോവർ ലെവൽ എംപ്ലോയിക്ക് ആണെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റുന്ന സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വേണം അവർക്കുള്ള ടെസ്റ്റ് നടത്താൻ. എന്നാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വേണം ആ ടെസ്റ്റിന്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഉൾപ്പെടുത്താൻ. ക്ലിയർ അല്ലേ? അപ്പൊ അത് ചോദിക്കാട്ടോ. എന്തൊക്കെയാണ് ഒരു സെലക്ഷൻ ടെസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വസ്തുനിഷ്ഠമായിരിക്കണം. ആരുടെയും പ്രേരണയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളെയോ ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. എല്ലാം ഒരുപോലെ ആയിരിക്കണം, ന്യായമായ രീതിയിലായിരിക്കണം. പിന്നെ അടുത്തതാണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം. അതായത് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കുന്നതിനേക്കാൾ നമുക്ക് കമ്പനിക്ക് ലാഭം കിട്ടുന്ന രീതിയിലായിരിക്കണം, റവന്യൂ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിരിക്കണം ടെസ്റ്റ്. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് ടെസ്റ്റ് വാലിഡ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതായത് ലോവർ ലെവൽ എംപ്ലോയിക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്, ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആണ് അവർക്ക് അവിടെ നോക്കേണ്ടത് ഇന്റലിജൻസ് ടെസ്റ്റിനേക്കാളും. എന്നാൽ ടെക്നിക്കൽ ഇതൊക്കെ കൂടുതലുള്ളവർക്ക് ആ ലെവലിലുള്ള ടെസ്റ്റ് വേണം ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത പ്രിപ്പറേഷൻ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ കോംപ്ലക്സ് സ്ട്രക്ചർ, ആ റിസൾട്ട് എന്താ അത്രയും കിട്ടില്ല, ഫെയിൽ ആവും. പിന്നെ സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കണം. ഓക്കെ അല്ലേ എല്ലാവർക്കും? 6 പോയിന്റ്സും. ഇനി നോക്കിയേ അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് ഒരു ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ്? ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്ന് നോക്കിയേ. ടെസ്റ്റ് എന്ന് പറഞ്ഞ എങ്ങനെയാണ്? റിലയബിൾ ടൂൾ. ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിട്ടുള്ള ഒരു ഉപകരണമാണ്, ടൂളാണ്. Selection tests are regarded as a reliable and unbiased. Unbiased എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായ, ആരോടും ഒരു പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത നിഷ്പക്ഷമായ ഒരു ടൂളാണ്. Reliable and unbiased tool to evaluate and select the best candidates for the vacant position. Underline ചെയ്തോട്ടെ ആ സെന്റൻസ്. വിശ്വസനീയമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ത്? വേക്കന്റ് പൊസിഷനിലേക്ക് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ. സെലക്ഷൻ ടെസ്റ്റ് ആർ ഓൾവേസ് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസസ്.
പേഴ്സണൽ ബയാസസിൽ നിന്ന് ആൻഡ് ഡിസ്ക്രിമിനേഷൻ വിവേചനത്തിൽ നിന്ന് in comparison to other techniques used for the selection purposes such as interview. Interview പോലുള്ള selection purpose-ന് ഉപയോഗിക്കുന്ന മറ്റ് ടെസ്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഏതാണ് ഈ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ബയാസസ് ഡിസ്ക്രിമിനേഷൻ എന്നിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കും. ഇന്റർവ്യൂ ആണെങ്കിൽ ഇപ്പൊ എന്റെ പേഴ്സണൽ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ അതിനുള്ള കാര്യങ്ങൾ അവിടെ ചോദിച്ചാൽ മതി അല്ലെ. ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നമുക്ക് അത് ഒരു ഇത് കാണിക്കാം, ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഇനി അടുത്ത നോക്കിയേ, ഐഡിയൽ ഫോർ ലാർജ് ഗ്രൂപ്പ്. ഇത് എങ്ങനെയായിരിക്കണം? വലിയ ഗ്രൂപ്പിന് അനുയോജ്യമായിരിക്കണം. ഐഡിയൽ. Selection test have an advantage over other test. മറ്റുള്ള ടെസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ സെലക്ഷൻ ടെസ്റ്റിനുള്ള അഡ്വാൻറ്റേജ് എന്താ? As it can be conducted for a large number of applicants at the same time. ഒരേ സമയത്ത് ഒരു കൂട്ടം ആപ്ലിക്കൻസിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അണ്ടർലൈൻ ചെയ്തേ. സെലക്ഷൻ ടെസ്റ്റ് as it can be conducted for a large number of applicants at the same time. ഒരു ഗ്രൂപ്പ് ആപ്ലിക്കൻസിന് അതേ സമയത്ത് തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ടെസ്റ്റ് ഈസ് the only technique, ഒരു ടെക്നിക്കാണ്, only technique to save the time and money. സമയോ പൈസയൊക്കെ ലാഭിക്കാനുള്ള ഒരു നല്ലൊരു മെത്തേഡാണ് ഈ സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. That is the time of selecting candidates from the large pool. വലിയൊരു ഗ്രൂപ്പ് ഓഫ് pool എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് കാൻഡിഡേറ്റ്സിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ലൊരു ടെക്നിക്കാണ് സെലക്ഷൻ ടെസ്റ്റ്. അതെന്താ? ടൈമും മണിയൊക്കെ സേവ് ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ടു സേവ് ദ ടൈം ആൻഡ് മണി. ഇനി അടുത്ത് നോക്കിയേ, പ്രിഡിക്റ്റർ ഓഫ് ഇൻടാഞ്ചിബിൾ ടാലന്റ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ അദൃശ്യമായിട്ടുള്ള കഴിവുകള്, അവർക്കുടെ ഉള്ളിലുള്ള കഴിവുകള്, അതിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. ഓക്കെ. സെലക്ഷൻ ടെസ്റ്റ് ആർ യൂസ്ഫുൾ ടൂൾ ടു ഐഡന്റിഫൈ ദ ഹിഡൻ ടാലന്റ് ആൻഡ് ദ സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ടാലന്റ്, സ്കിൽസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു നല്ലൊരു ടൂളാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ചെയ്തോട്ടോ. സെലക്ഷൻ ടെസ്റ്റ് ആർ യൂസ്ഫുൾ ടൂൾ ടു ഐഡന്റിഫൈ ദ ഹിഡൻ ആൻഡ് സ്കിൽസ്. ഹിഡൻ എന്ന് വെച്ചാൽ ഹിഡൻ മറിഞ്ഞിരിക്കുന്ന ടാലന്റ്, ഒളിഞ്ഞിരിക്കുന്ന കഴിവുകള്, ടാലന്റ് ആൻഡ് സ്കിൽസ്, ഇതിനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ തിരിച്ചറിയാനുള്ള ഒരു യൂസ്ഫുൾ ടൂളാണ്. അടുത്ത് നോക്കിയേ, ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ്. ഒരു ഗോൾ സ്പെസിഫിക് ആയിരിക്കണം. നോക്കിയേ, in order to evaluate a particular characteristics of an individual, various selection tests are used by the organization. Like കാൻഡിഡേറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് മനസ്സിലാക്കാനായിട്ട് പല സെലക്ഷൻ ടെസ്റ്റുകള് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാ? used to discover the existing performance of applicants. അവര് എക്സിസ്റ്റ് ചെയ്ത അല്ലെ, അവർക്ക് നിലവിലുള്ള, അതായത് അച്ചീവ് ചെയ്ത, അവര് നേടിയെടുത്തിട്ടുള്ള കഴിവുകൾ മെഷർ ചെയ്യാനായിട്ട് ഏത് ടെസ്റ്റ് നടത്തണം? അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തണം. On the other hand, aptitude tests are considered for evaluating the prospective performance. ഇനി വരാനിരിക്കുന്ന ഭാവിയിലേക്കുള്ള ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട് ഏതിലാണ് നമുക്ക്, ഇപ്പൊ മാത്സിലാണ് എനിക്ക് കൂടുതൽ കഴിവെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ജോലിയിലേക്ക് തന്നെ ഇടാം. അത് നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പൊ അതാണ്, ആ ഓരോ ടെസ്റ്റുകളും അതിൻ്റെതായ ഗോൾ ഉണ്ട്, എന്തിനാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താ മെഷർ ചെയ്യണ്ടേ? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെങ്കിൽ നിലവിലുള്ള കാൻഡിഡേറ്റ്സിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യണമെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് നോക്കണം. എന്നാൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നോക്കുന്നത്. ഓക്കെ, ചെയ്യുന്നത് ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ഗോള്, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണമെന്ന്. ഓക്കെ, ഒരു എക്സാമ്പിൾ അവിടെ തന്നതാണ്. അത് അച്ചീവ്മെന്റ് ടെസ്റ്റിന് എന്തിനു വേണ്ടിയിട്ടാണ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, റെക്കോർഡ് ഫോർ ഫ്യൂച്ചർ. ഇനി ഭാവിയിലേക്കുള്ള ഒരു റെക്കോർഡ് സൂക്ഷിക്കാൻ.
record for future. Selection test act as a record keeping tool for the organization. Underline which can be kept for future references and investigation. Appo adayithu selection test enna oru record aanu. Appo adu namukku aa organization le ennum namukku adu സൂക്ഷിച്ചു വെക്കാം അവിടെ. അതൊരു റെക്കോർഡ് ആയിട്ട്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും റെഫറൻസ് ഒക്കെ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണോ എങ്കിൽ നമുക്ക് എന്തെടുക്കാം? അപ്പൊ അത് നോക്കാനായിട്ട് ആ റിപ്പോർട്ട് സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് നോക്കി അറിയാൻ പറ്റൂലേ? അല്ലെ? അവന്റെ കഴിവുകൾ, കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വേഗം അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്ക് എന്തിനു വേണ്ടിയിട്ട്? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, അതുപോലെ എന്തെങ്കിലും അന്വേഷണങ്ങൾ ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് ഒരു റെക്കോർഡായിട്ടും ഈ സെലക്ഷൻ ടെസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. അണ്ടർലൈൻ ചെയ്തില്ല ഫസ്റ്റ് സെന്റൻസ്? ഒരു റെക്കോർഡായിട്ട് എന്തിന്? ഫ്യൂച്ചറിലേക്ക് ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും റെഫറൻസിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു റെക്കോർഡായിട്ടും ഈ സെലക്ഷൻ ടെസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അനലൈസിംഗ് ദ ഔട്ട്കം ഓഫ് ദ സെലക്ഷൻ ടെസ്റ്റ് may result in the formation of some guidelines for additional improvement in the content and administration of the test. ഇനി നമ്മൾ ഇതിന്റെ ഔട്ട്കമില്ലേ സെലക്ഷൻ ടെസ്റ്റിന്റെ, അത് നമുക്ക് എന്താണ് അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്? പിന്നീടുള്ള ഒരു അഡീഷണൽ ഇംപ്രൂവ്മെന്റിന്, അതുപോലെ കണ്ടന്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ടെസ്റ്റ്, നമുക്ക് ആ ഒരു എന്താ പറയാ ആ ടെസ്റ്റിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത് ടെസ്റ്റിന്റെ കണ്ടന്റിലും നടത്തിപ്പിലും ഒക്കെ കൂടുതൽ ഇംപ്രൂവ്മെന്റിനായിട്ട് ചില കാര്യങ്ങള് അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങള് രൂപപ്പെടുത്തുന്നതിന് കാരണമാകും. ചില ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങള് രൂപപ്പെടുത്തുന്നതിന് കാരണമാകുന്ന പറഞ്ഞിരിക്കുന്നത്. ആ ടെസ്റ്റിന്റെ നമ്മൾ പറഞ്ഞില്ലേ, ആ സെലക്ഷൻ ടെസ്റ്റിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്, അത് വിശകലനം ചെയ്യുന്നത്, ആ സെലക്ഷൻ ടെസ്റ്റിന്റെ ആ റിസൾട്ട് വിശകലനം ചെയ്യുന്നത് ടെസ്റ്റിന്റെ കണ്ടന്റിലോ, ആ ടെസ്റ്റിന്റെ കണ്ടന്റിലോ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പിലോ എന്തെങ്കിലും ഇനി കൂടുതൽ അത് ശരിയായില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാമായിരുന്നു, അങ്ങനെയുള്ള ആ കൂടുതൽ ഇംപ്രൂവ്മെന്റിനായിട്ട് ചില മാർഗങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ, അത് ഗൈഡ് ലൈൻ രൂപപ്പെടുത്തുന്നതിന് കാരണമാകും. Then it become easier to draw out the effectiveness of the test by finding a gap between actual and the best performance of the candidates. അതായത് ആ കാൻഡിഡേറ്റ്സിന്റെ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസും ബെസ്റ്റ് പെർഫോമൻസ്, നല്ല പെർഫോമൻസും തമ്മിലുള്ള ഗ്യാപ്പ് അത് കണ്ടെത്തുന്നതിനും ആ ടെസ്റ്റിന്റെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിനും എളുപ്പമായിരിക്കും. It become easy ആയിരിക്കും to draw out the effectiveness of test. ആ ടെസ്റ്റിന്റെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന് എളുപ്പമാകും. എങ്ങനെ? by finding gap between actual and the best performance of the candidates. ആ കാൻഡിഡേറ്റ്സിന്റെ യഥാർത്ഥത്തിലുള്ള ബെസ്റ്റ് പെർഫോമൻസ് അത് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടെത്തുന്നത് എന്തിന് കാരണമാകും? അതിന്റെ ഫലപ്രാപ്തി, ആ ടെസ്റ്റിന്റെ ഫലപ്രാപ്തി കണ്ടെത്തുന്നതിന് എളുപ്പമാകും, ഈസി ആകും. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. അപ്പൊ അത്രയാണ് ഒരു ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജിൽ വന്നത്. ഒന്നാമത്തെ എന്താ? ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് റിലയബിൾ, അൺബയാസ്ഡ് എന്ന് വെച്ചാൽ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഉപകരണമാണുള്ളത്. വേക്കന്റ് പൊസിഷനിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വിശ്വസനീയമായിട്ടുള്ള, നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ സെലക്ഷൻ ടെസ്റ്റ്. അതാണ് റിലയബിൾ ടൂൾ ആണ്. പിന്നെ എന്താണ്? ഇത് വലിയ ഗ്രൂപ്പിന് അനുയോജ്യമാണ്. വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർക്ക് അത് അനുയോജ്യമാണ്. കാൻഡിഡേറ്റ്സിന് ഒരു വലിയൊരു പൂളിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഓർഗനൈസേഷന് ടൈമും മണി ഇതൊക്കെ ലാഭിക്കാൻ പറ്റും. ഇനി കാൻഡിഡേറ്റ്സിന്റെ ഉള്ളിലുള്ള കഴിവുകൾ, മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു നല്ലൊരു കാര്യമാണ് ടെസ്റ്റ്. പ്രിഡിക്റ്റർ ഓഫ് ഇൻടാഞ്ചിബിൾ ടാലന്റ്. പിന്നെ അത് ഗോൾ സ്പെസിഫിക് ആൻഡ് ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കണം. ഏതാണോ നമുക്ക് നോക്കേണ്ടത് അതിനനുസരിച്ചുള്ള ടെസ്റ്റ് ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ഭാവിയിലേക്കുള്ള ഒരു റെക്കോർഡ്.
ക്ലിയർ ആയോ? 5 പോയിന്റ്സും അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ടെസ്റ്റ്. ടെസ്റ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ? ഒരു അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജ് കാണും അല്ലെ? എന്താ? ദ സെലക്ഷൻ ടെസ്റ്റ് ഹാവ് എ സെവറൽ അഡ്വാൻറ്റേജ്. ഡിസ്അഡ്വാൻറ്റേജ്, നമ്മൾ ഈ സെലക്ഷൻ ടെസ്റ്റിന്റെ പല അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. They suffer from few എന്നാൽ അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്? കുറച്ച് ഡിസ്അഡ്വാൻറ്റേജുകളും കൂടി ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ, ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ സ്മോളർ ഗ്രൂപ്പ്. സ്മോളർ ഗ്രൂപ്പിന് ഇൻഅപ്രോപ്രിയേറ്റ്, അനുയോജ്യമല്ല. സ്മോളർ ഗ്രൂപ്പിന് അനുയോജ്യമല്ല ഏത്? സെലക്ഷൻ ടെസ്റ്റ്. ഒരു 2 or 3 പേർക്കൊക്കെ സെലക്ഷൻ ടെസ്റ്റ് നടത്താന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. അതിന് വേണ്ടി വരുന്ന പൈസ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെ. ഒരു വലിയൊരു ഗ്രൂപ്പിലാണെങ്കിൽ കുഴപ്പമില്ല. അതാണ്. Selection tests are not very effective from the aspects of cost to choose the best candidates if the applicant pool is small. Applicants pool ചെറുതാണ്. കുറച്ച് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ സെലക്ഷൻ ടെസ്റ്റ് നടത്തുക എന്ന് പറയുമ്പോൾ അതിന് വരുന്ന കോസ്റ്റ് ഇതൊക്കെ നമുക്ക് കൂടുതലാവും. അപ്പൊ അതുകൊണ്ട് അത്രയും എഫക്റ്റീവ് അല്ല. ഇത് സെലക്ഷൻ ടെസ്റ്റ് ഒക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അപ്പൊ 2 or 3 പേർക്കൊക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കുറെ സ്മോളർ ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ അത് അത്രയും അനുയോജ്യമല്ല. ഇറ്റ് നീഡ്സ് എന്ത് വേണം? ഇറ്റ് നീഡ്സ് plenty of time, കുറച്ച് സമയോ ആൻഡ് മണി ടു പ്രിപ്പയർ ദ സെലക്ഷൻ ടെസ്റ്റ് ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് റിലയബിൾ ഓർ നോട്ട്. ഇറ്റ് നീഡ്സ്, ഇതിന് എന്താ ആവശ്യം? plenty of, ധാരാളം ടൈമും മണിയും ആവശ്യമാണ്. എന്തിന്? ടു പ്രിപ്പയർ എ സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് ധാരാളം ടൈമും മണിയൊക്കെ ആവശ്യമാണ്. ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് റിലയബിൾ ഓർ നോട്ട്. റിലയബിൾ ആണോ അല്ലയോ, വാലിഡിറ്റി ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അതിനും കുറച്ച് സമയവും പൈസയൊക്കെ ആവശ്യമാണ്. അപ്പൊ ചെറിയ ഗ്രൂപ്പിന് നടത്താന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി വരുന്ന ചെലവൊക്കെ കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇനി അടുത്ത നോക്കിയേ, cannot always predict work performance. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണം? വർക്ക് പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. വർക്ക് പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്നേ? സെലക്ഷൻ ടെസ്റ്റ് ആർ നോട്ട് ഓൾവേസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ 100% ഫോർകാസ്റ്റ് അബൌട്ട് ദ ജോബ് സക്സസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ 100% വിജയം ഉറപ്പുവരുത്താൻ പറ്റില്ല. എന്താ? പാർഷ്യലി they can disclose the scores above the cut-off point who will be more successful rather than those who scored below the deadline. അതായത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? അതായത് ഇപ്പൊ നമുക്ക് എക്സാം ഒക്കെ നടത്തി കട്ട് ഓഫ് പോയിന്റിന് മുകളിലുള്ളവരെയല്ലേ, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടുന്നവരെയല്ലേ അവരെ എന്താ പറയാ സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോ ആ ഡെഡ്ലൈനിൽ താഴെയുള്ളവര് ചിലപ്പോ നല്ല ബ്രില്യന്റ് ആയിരിക്കാം. അവർക്ക് എന്താ പറയാ പ്രാക്ടിക്കൽ നോളജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ അവർക്ക് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കട്ട് ഓഫ് പോയിന്റിന് മുകളിലുള്ളവർക്ക് ചിലപ്പോ മാർക്ക് കൂടുതലുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാനായിട്ട് ചിലപ്പോ അത്രയും ഇത് ഉണ്ടായിരിക്കില്ല, സ്കിൽസ് ഉണ്ടായിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ സെലക്ഷൻ ടെസ്റ്റിൽ അവിടെ മാർക്ക് മാത്രം കൊടുത്ത് നോക്കുന്നത്. അപ്പൊ കൂടുതൽ മാർക്ക് ഉള്ളവര് ചിലപ്പോ അത്രയും പെർഫോമൻസ് അവർക്ക് കാഴ്ചവെക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോ ആ ഡെഡ്ലൈനിൽ താഴെയുള്ളവര് ചിലപ്പോ മാർക്ക് കുറഞ്ഞെങ്കിൽ പോലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും അല്ലെ? എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അവിടെ നമ്മൾ എന്താ ടെക്നിക്കൽ സ്കിൽസോ പ്രാക്ടിക്കൽ നോളജോ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. അവിടെ മാർക്കാ നമ്മൾ നോക്കുന്നത്. ഇതാണ് okay, partially they disclose ചെയ്യാൻ വെളിപ്പെടുത്തുക. Disclose above the cut off point who will be more successful ഇതിനെക്കാളും rather than those who below the deadline. No, എന്താ പറഞ്ഞേക്കുന്നത്? കട്ട് ഓഫ് പോയിന്റിന് മുകളിലുള്ളവരെയാണ് സാധാരണ അല്ലെ മാർക്ക് കൂടുതലുള്ളവരെയാണ് സെലക്ട് ചെയ്യാറ്. അപ്പൊ ചിലപ്പോ നല്ല അതിന് താഴെയുള്ളവര് ഡെഡ്ലൈനിൽ താഴെയുള്ളവര് ചിലപ്പോ നല്ല ബ്രില്യന്റ് ആയിരിക്കാം, അവർക്ക് നല്ല സക്സസ്ഫുൾ ആയിരിക്കും, അതായത് നല്ല സ്കിൽസ് പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ മാർക്ക് മാത്രം നോക്കുന്നത്. അപ്പൊ നമ്മൾ 100 മാർക്ക് കിട്ടിയ കുട്ടീനെ നമ്മൾ അവിടെ ആ ജോലിക്ക് ആക്കി എന്ന് പറഞ്ഞിട്ട് നമുക്കത് ജോബിന്റെ സക്സസ് നമുക്കത് എന്താ പറയാ വർക്ക് പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? 100 മാർക്ക് മേടിച്ച കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. ചിലപ്പോ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം കുറവായിരിക്കും. മനസ്സിലായോ? ചില ആളുകൾ അങ്ങനെയല്ലേ, ജോലിയൊക്കെ
ചിലപ്പോ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോ പഠിക്കാത്തവര് അതിനേക്കാൾ നന്നായിട്ട് ബ്രില്യന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ആ പ്രാക്ടിക്കൽ നോളജ് കൊണ്ട്, അവർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ട് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോ ചില നല്ല ഇതായിട്ട് പഠിക്കുന്ന കുട്ടികള് ഇത് ചെയ്യുന്നേക്കാൾ ഇപ്പൊ പോളിയിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മള് സാധാരണക്കാർ അത്രയും അറിവില്ലാത്തവര് ചിലപ്പോ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണ്ടാവും ഫിനിഷിംഗ് ഒക്കെ ആയിട്ട്. ഓക്കെ, അതാണ് ആ മാർക്ക് മാത്രം നോക്കിയിട്ട് നമുക്ക് അവരുടെ പെർഫോമൻസ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്തത് നോക്കിയേ. Can be used only as a supplement. ഇതെന്ന് പറഞ്ഞ ഒരു സപ്ലിമെന്റ് ആയിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഈ സെലക്ഷൻ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് കൊണ്ട് മാത്രം ആ ആപ്ലിക്കൻസിന് എടുക്കാൻ പറ്റൂല. അതിന് വേറെ മറ്റുള്ള ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്. ടെസ്റ്റ് ക്യാൻ only be used as a supplement rather than alternative for other methods of selection such as application form and interviews. Application forms, interview തുടങ്ങിയ മറ്റുള്ള സെലക്ഷൻ മെത്തേഡുകളില്ലേ, അതിന്റെ ഒപ്പം തന്നെ ഒരു സപ്ലിമെന്റ് ടൂൾ ആയിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നോക്കിയാൽ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഡിസഡ്വാൻറ്റേജ് ആട്ടോ, ഇതിന് ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വഴക്കം. എന്താ പറഞ്ഞേക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി കുറവെന്ന്. സെലക്ഷൻ ടെസ്റ്റ് ആർ പ്രീ പ്ലാൻഡ്. ഇത് പ്രീ പ്ലാൻഡ് അല്ലേ? മുൻകൂട്ടി തയ്യാറാക്കി വെച്ചേക്കുന്നതാ. ചോദ്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. അല്ലാതെ ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻസ് മാറ്റാൻ പറ്റുമോ? ഇല്ല. അതാണ് ആ ഫ്ലെക്സിബിലിറ്റി ഇല്ല, ഫ്ലെക്സിബിലിറ്റി കുറവ്. Selection tests are pre-planned test and they cannot be modified. നമുക്ക് അതിന് പിന്നീട് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. Consistently to correspond to the changing situation. ആ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. In addition, since it is an impersonal technique, എന്താ? ഒരു ഇംപേഴ്സണൽ, വ്യക്തിപരമല്ലാത്തത്, പേഴ്സണൽ അല്ല, ഇംപേഴ്സണൽ ടെക്നിക് ആണ്. ആരെയും പേഴ്സണൽ ആയിട്ടുള്ളതൊന്നും ഇത് എടുക്കുന്നില്ല അവിടെ. ആൻഡ് ഇറ്റ് മേ ഫെയിൽ ടു നോട്ടീസ് ദ സിഗ്നിഫിക്കന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ദ ജോബ് പെർഫോമൻസ്. അതായത് ജോബ് പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതിൽ ശ്രദ്ധിക്കുന്നതിൽ സെലക്ഷൻ ടെസ്റ്റ് ഫെയിൽ ആണെന്ന്. അതായത് ഇൻഡിവിജ്വൽ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവിടെ പേഴ്സണൽ ആയിട്ട് ഒന്നും നോക്കുന്നില്ല. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. മൂന്നാമത്തെ പോയിന്റിലും ആ സപ്ലിമെന്റ് എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. സെലക്ഷൻ ടെസ്റ്റ് ക്യാൻ ഓൺലി യൂസ്ഡ് ആസ് എ സപ്ലിമെന്റ്. അടുത്തത് നാലാമത്തേലും ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. പ്രീ പ്ലാൻഡ് ആണ്, അത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റാൻ പറ്റില്ല, അത് തികച്ചും ഇംപേഴ്സണൽ ആണ്. ഇംപേഴ്സണൽ ടെക്നിക് അണ്ടർലൈൻ ചെയ്തോ. ഇംപേഴ്സണൽ ടെക്നിക്. ഓക്കെ, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതിന് എന്താ പറയാ, അതില് നമ്മൾ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് ഇതാണ് ആ ജോബ് പെർഫോമൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ശ്രദ്ധിക്കുന്നതില് അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നോക്കുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കിയേ. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. ഇനി അത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനങ്ങൾക്ക് വിമർശിക്കപ്പെടുന്നുണ്ട്. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ. At many times, test and its users are criticized. വിമർശനങ്ങൾക്ക് വിധേയമാകാം ടെസ്റ്റുകൾ, അതിന്റെ യൂസേഴ്സ് ഫോർ ഡിസ്ക്രിമിനേഷൻ against the underprivileged classes. സമൂഹത്തിൽ പിന്നോക്ക വിഭാഗങ്ങളില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ചില ഇതൊക്കെ കൊടുക്കുന്നില്ലേ, അല്ലേ? അവർക്ക് ഇത്ര സീറ്റ് വേണമെന്ന് നിർബന്ധമുണ്ട്, അവര് ജസ്റ്റ് പാസ്സായാൽ മതിയായിരിക്കും, ഇല്ലേ? അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട് അവർക്ക്. മനസ്സിലായോ? ആ സെലക്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ വിവേചനങ്ങൾക്ക് ഇതാകാം. ഇതാണ് അണ്ടർ പ്രിവിലേജ്ഡ്, പിന്നോക്ക വിഭാഗങ്ങളോടുള്ള ഡിസ്ക്രിമിനേഷൻസ്. പിന്നെ പിന്നോക്ക വിഭാഗങ്ങളോടുള്ള ആ ഡിസ്ക്രിമിനേഷന് എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കപ്പെടുന്നുണ്ട്. ക്രിട്ടിസൈസ്ഡ് ഫോർ ഡിസ്ക്രിമിനേഷൻ എഗൈൻസ്റ്റ് ഏതിനെതിരായിട്ട്? അണ്ടർ പ്രിവിലേജ്ഡ് ക്ലാസസ്. Tests are also considered as a threat to privacy. പ്രൈവസിക്ക്, സ്വകാര്യതയ്ക്ക് ഭീഷണി ആകുന്നുണ്ട്.
ഒരു പ്രൈവസിക്ക് ഭീഷണിയായിട്ട് കാണുന്നുണ്ട്. Sometimes such a disapproval restrict the organization from looking towards the positive aspects of the testing. അപ്പൊ അത്തരം എതിർപ്പുകള് ആ ക്രിട്ടിസൈസ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ അത്തരം എതിർപ്പുകള് ആ ഓർഗനൈസേഷന്റെ ടെസ്റ്റിന്റെ ആ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുന്നതിൽ നിന്ന് തടയുന്നു. Such a disapprovals restrict the organization restriction ഒരു നിയന്ത്രണം വരെയാണ് from looking towards the positive aspects of the ടെസ്റ്റിംഗിന്റെ ആ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുന്നത് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്ന ആ എതിർപ്പുകളില്ലേ അത് ആ ഓർഗനൈസേഷന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുന്നതിന് തടയുന്നുണ്ട്. Disapprovals restrict the organization restrict ചെയ്യുന്നുണ്ട്. അതായത് ടെസ്റ്റും ആ ടെസ്റ്റിന്റെ യൂസേഴ്സും ചിലപ്പോൾ ആ ഈ പിന്നോക്ക വിഭാഗക്കാരോടുള്ള ആ ഒരു വിവേചനം അതിന് വിമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത്രയാണ് ഈ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. സ്മോളർ ഗ്രൂപ്പിന് ഈ ടെസ്റ്റ് നടത്തുക എന്നുള്ളത് അനുയോജ്യമല്ല. എന്താ കാര്യം, കുറെ പൈസയൊക്കെ ആവില്ല ഇത് വേണ്ടി അതിന് തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്താൻ, ധാരാളം പൈസയും സമയമൊക്കെ വരും. അതുകൊണ്ട് പിന്നെ അടുത്തത് വർക്ക് പെർഫോമൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ 100% മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് അയാളെ കൊണ്ടുവന്ന് ജോലിക്ക് ആക്കിയാൽ അയാൾക്ക് ചിലപ്പോ അതിനേക്കാൾ കുറവ് മാർക്കുള്ളവർക്ക് ചിലപ്പോ നല്ല പെർഫോമൻസ് പ്രാക്ടിക്കൽ നോളജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാർക്ക് മാത്രം വെച്ചിട്ട് 100% നമുക്കത് നല്ലൊരു പെർഫോമൻസ് അവിടെ അയാൾ കാഴ്ചവെക്കുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ അടുത്തത് ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. മറ്റ് ആപ്ലിക്കേഷൻ ഫോം, ഇന്റർവ്യൂ പോലുള്ള മറ്റു മെത്തേഡിന്റെ ഒപ്പം തന്നെ അതൊരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ബാധകമല്ല. നമുക്ക് മാറ്റി വളച്ചൊടിക്കാനോ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാനോ ഒന്നും പറ്റില്ല. അത് പ്രീ പ്ലാൻഡ് ആണ്. പിന്നെ എന്താണ്, വിമർശനങ്ങൾക്ക് വിമർശിക്കപ്പെടുന്നുണ്ട്. Criticized for discrimination, വിവേചനങ്ങൾക്ക് വിമർശിക്കപ്പെടുന്നുണ്ട്. അത്രയാണ് ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തതാണ് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ്. ആൻഡ് ഇന്റർവ്യൂ ഇസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസസ്. സെലക്ഷൻ പർപ്പസസിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash is a method used for selection purposes, which allow an employer to view the overall personality of an individual and freely evaluate his behavior. അതാ ഇന്റർവ്യൂടെ എന്താ ചെയ്യുന്നേ, എംപ്ലോയറിന് എന്ത് ചെയ്യുന്നു, ടു വ്യൂ ദ ഓവറോൾ പേഴ്സണാലിറ്റി. എംപ്ലോയറിന് ആ ഇൻഡിവിജ്വലിന്റെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി അത് ഫ്രീ ആയിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും അവരുടെ പെരുമാറ്റങ്ങള് ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. വിച്ചാലോ അനുവദിക്കുന്നു എംപ്ലോയറിനെ എന്തിനാ, ടു വ്യൂ ദ ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വലിന്റെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി ഫ്രീലി ഇവാലുവേറ്റ് ഹിസ് ബിഹേവിയർ. അവരുടെ സ്വഭാവം അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഏതിലൂടെ? ഇന്റർവ്യൂവിലൂടെ. Interview is a mode of making face-to-face contact in order to acquire a basic idea about the personality of an applicant. Interview എന്ന് പറഞ്ഞാൽ എന്താണ്? Is a face-to-face contact. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. Say face-to-face contact. In order to acquire a basic idea about the personality of an applicant, identify his intelligence, span of interest, and a general attitude towards the life. ഒരു ആപ്ലിക്കൻസിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ നേടുന്നതിനും അയാളുടെ ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, അയാളുടെ താല്പര്യങ്ങള്, ഇന്റലിജൻസ്, ബുദ്ധിശക്തി, ആ ജോലിയോട് ആ ലൈഫിനോടുള്ള അവന്റെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് എന്നിവ തിരിച്ചറിയുന്നതിനുമൊക്കെ ഇത് സഹായിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ട് ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. രണ്ടില് ഒരെണ്ണം സ്പോട്ടിന് മാത്രമേ ഉള്ളൂ കേട്ടോ. സ്പോട്ടിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇന്റർവ്യൂവിന് കൊടുത്തേക്കുന്നത്. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞു തരാം. അക്കോർഡിംഗ് ടു സ്പോട്ട്, ഡാഷ് ഈസ് എ, അങ്ങനെയും തരാം.
അത് ഡെഫിനിഷൻ ആയിട്ട് പഠിച്ചു വെക്കണ്ട. നമ്മൾ നേരത്തെ കുറച്ചൊക്കെ പഠിച്ചില്ലേ, നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോഴൊക്കെ നമ്മള് കാർബണിന്റെ ഡെയിലി ഓർഡറിന്റെ ഒക്കെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചില്ലേ, അതുപോലെയൊക്കെ നോക്കി വെക്കാം. അക്കോർഡിംഗ് ടു സ്കോട്ട്, സ്കോട്ട് എന്താണ് പറഞ്ഞത് ഇന്റർവ്യൂവിനെ കുറിച്ച്? ആൻ ഇന്റർവ്യൂ ഈസ് എ പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഒരു ഉദ്ദേശപൂർവമായ ഐഡിയാസിന്റെ എക്സ്ചേഞ്ച് ആണ്. ദ ആൻസറിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 or more person, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ, അല്ലെ അതല്ലേ നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റർവ്യൂവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മളത് ആൻസർ പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്ദേശപൂർവം എന്തിനു വേണ്ടിയിട്ടാ ആ ജോലി നമുക്ക് കിട്ടാനായിട്ട് ഇന്റർവ്യൂ ഒന്ന് കഴിഞ്ഞ് ഓക്കെ ആണെങ്കിൽ അല്ലേ നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. അതാ പറഞ്ഞേക്കുന്നത് purposeful exchange of ideas, the answering of questions and the communication between 2 or more person. Underline ചെയ്തോട്ടെ അത്. In simple words, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലോ, an interview can be described as an effort to obtain maximum information about the candidate regarding his fitness for the job. In simple words, മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ can be described as an effort to obtain maximum information. മാക്സിമം ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു പരിശ്രമമാണ് എന്ത്? the candidates regarding his fitness for the job. ആ ജോലിയിൽ ഫിറ്റ് ആണോ, അതുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പരമാവധി ഇൻഫർമേഷൻസ്, വിവരങ്ങള് നേടാനുള്ള ഒരു എഫേർട്ടാണ് ഏതെന്ന് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ജോലിയിലേക്ക് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമ്മളെ ആ ജോലിക്ക് ഫിറ്റ് ആവാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കണേ, അല്ലെ? ഫിറ്റ്നസ്, ആ ജോലിക്ക് ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടി കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. ഡാഷ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ്, ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ല. ഓക്കെ, കിട്ടിയോ? രണ്ട് ഡെഫിനിഷൻസ് ഓക്കെ ആണോ? ഒന്നാമത്തേൽ എന്താ പറഞ്ഞ, രണ്ടോ അതിലോ വ്യക്തി തമ്മില്, രണ്ടോ അതിൽ 2 or more persons, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെ? അല്ലെങ്കിൽ ആൻസറിംഗ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ എന്നുള്ള ഒരു ഉദ്ദേശപൂർവമായിട്ടുള്ള കാര്യത്തിന് നടത്തുന്നതാണ് ഇന്റർവ്യൂ. ക്ലിയർ ആണോ ആ സെന്റൻസ്? ഓക്കെ ആണോ? അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് ചോദിക്കാം. അക്കോർഡിംഗ് ടു സ്കോട്ട്, ഡാഷ് ഈസ് എ പർപ്പസ്ഫുൾ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. നിങ്ങൾക്കറിയാലോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഐഡിയാസ് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഉദ്ദേശപൂർവമായിട്ടുള്ള, അത് എന്തിനു വേണ്ടി? ആ ജോലി അവർക്ക് കൊടുക്കാൻ വേണ്ടിയല്ല, അത് വെറുതെ നടത്തുന്നതല്ലല്ലോ ഇന്റർവ്യൂ. ഒരു പർപ്പസ്ഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ഓക്കെ, ഇനി കുറച്ചും കൂടി നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് ഫിറ്റ് ആണോ, അതുമായി ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷൻസ് നേടാനുള്ള ഒരു എഫേർട്ട്, ഒരു പരിശ്രമമാണ് ഏതെന്ന് പറയുന്നത്, ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ. ഓക്കെ, രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഇനി നമ്മൾ 10 മിനിറ്റ് നമ്മൾ വൈകില്ലേ, എന്താണ് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനൊരു 5 മിനിറ്റ് കൂടി എടുത്തേനെ. നെക്സ്റ്റ് ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നത് കൊണ്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയത് നോക്കാം കേട്ടോ. ഓക്കെ, ഒരു 2-2.5 പേജോളം എങ്കിലും നമുക്ക് ഒരു ദിവസം കവർ ചെയ്യണം. ഓക്കെ, എന്നുവെച്ച് നിങ്ങളത് വായിച്ചു തന്നെ വെക്കണം കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. ഇനി ഇമ്പോർട്ടന്റ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണ്ടല്ലോ, നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.